ഗൈസ് എല്ലാവർക്കും ലെസ് സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡിലും എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും പോയി ഗൈസ്. എല്ലാം ഞാൻ വഴി പറഞ്ഞു തരാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു അയൺ ഫാർമിൽ AFK കുറേ മറ്റേ അയൺ ഒപ്പിക്കാൻ. പിന്നെ ഞാൻ കുറച്ച് മൈൻഡ് ചെയ്ത് കുറച്ച് കോൾ ഒപ്പിച്ചിട്ടുണ്ട്, 2 സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ കുറേ നേരം AFK എന്നിട്ട് തേണ്ട 2.25 സ്റ്റാക്ക്, അതിപ്പോൾ 3 സ്റ്റാക്ക് അടുപ്പിച്ച് എൻ്റെ ലിപ്പുണ്ട്. ഇതിൻ്റെ ഐറ്റംസ് എങ്ങനെ പോയി ഗൈസ് ഞാൻ പറയാം. അതായത് ഞാൻ ഇവിടെ AFK നിൽക്കുമായിരുന്നു ഗൈസ്. മുകളിലത്തെ ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം സോംബീസ് ഒന്നും നടന്ന് വരാതിരിക്കാനായിട്ട്. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. ഒരു ചെറിയ സോംബി വന്നിട്ട് എന്നെ അടിച്ചു പോകുന്നു ഗൈസ്. പക്ഷേ ഞാൻ അത് അറിഞ്ഞില്ല. ഇത്ര നേരം ഞാൻ AFK നിൽക്കുമായിരുന്നു. AFK കഴിഞ്ഞപ്പോഴാണ് ഞാൻ വന്ന് നോക്കുമ്പോൾ അത് ഞാൻ ചത്തിരിക്കുന്നത്. പിന്നെ ഞാൻ മറ്റേ അയൻറ്റിൽ പോയി സ്പോണായി, മറ്റേ വില്ലേജിൽ പോയി സ്പോണായിട്ട് തുഴഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു, ഒരു പുതിയ ബോട്ട് ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് പക്ഷേ ആ സമയത്ത് ഞാൻ അറിയുമായിരുന്നെങ്കിൽ എൻ്റെ ഐറ്റംസ് എല്ലാം തിരിച്ചു കിട്ടിയില്ല. പക്ഷേ ഒന്നും തിരിച്ചു കിട്ടിയില്ല, എല്ലാം ഡിസ്പോണായി പോയി. ഒരു ഹോപ്പറും പിക്ക് ചെയ്തില്ല. ചിലപ്പോൾ സോംബി എടുത്തുകൊണ്ട് പോയി കാണും എൻ്റെ ഐറ്റംസ്. എൻ്റെ 1-2 ആർമറും പോയായിരുന്നു അതിനകത്ത്. പിന്നെ ഡയമണ്ട് പിക്കാക്സും പോയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര അയണുണ്ട്. പിന്നെ എൻ്റെ മറ്റേ കോളും ഉണ്ട് കുറച്ച്, ഈ ഒരു എമറൽഡ് ഒപ്പിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ പറയത്തെ ഇന്ന് നമുക്ക് ഡയമണ്ട് ആർമർ ഉണ്ടാക്കണം. പക്ഷേ ഞാൻ ഡയമണ്ട് ആർമർ ഉണ്ടാക്കും, പക്ഷേ അത് ഇടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് ആർമർ ചുമ്മാ ഇടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. നമുക്കതിനകത്ത് എൻചാനിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ള എൻചാനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ അത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് കുറച്ച് ഒരു XP ഫാർമും ഉണ്ടാക്കണം. അതും ഉണ്ടാക്കിയിട്ട് എല്ലാം സെറ്റായിട്ട് ഞാനത് ഇടത്തുള്ളൂ, എന്നാലേ ഒരു രസമുള്ളൂ സ്പോൺ. ഇതിനകത്ത് കുറേ അയൻകോളം സ്പോൺ ആവുന്നുണ്ടെങ്കിലും കുറച്ച് അയൻകോളം പുറത്ത് സ്പോൺ ആവുന്നുണ്ട്. എന്നിട്ട് അവനെ എല്ലാത്തിനും അടിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് ഓടിച്ചിട്ട് ഈ ഒരു ട്രാപ്പ് ഡോർ വഴി താഴോട്ട് ഇരിക്കും. അതിനുള്ള ഫുഡെല്ലാം തീർന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഫിഷ് കഴിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഞാൻ എപ്പോഴെങ്ങാണ്ട് ചൂണ്ടയിട്ട് അതിലത്തെ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യും, ഡയമണ്ട് ആർമർ ഉണ്ടാകും. ബാക്കിയെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡ് ചെയ്യാം. പിന്നെ ഗൈസ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഈ ഒരു ക്രീപ്പറിൻ്റെ ഹോളെല്ലാം അടയ്ക്കണം ഗൈസ്, ഇല്ലെങ്കിൽ എൻ്റെ ഫേസ് കാണാൻ ലുക്കില്ല. പിന്നെ ഈ ഒരു ഹോളും ഇപ്പുറത്തെ ഒരു വലിയൊരു ഹോളും അതെല്ലാം എനിക്കൊന്ന് കംപ്ലീറ്റ് അടയ്ക്കണം. പിന്നെ എനിക്ക് ഒരു പുതിയ ഒരു സെറ്റ് മറ്റേ ഡയമണ്ട് ആർമറല്ല അയൺ ആർമർ ഉണ്ടാക്കണം. അതിട്ടിട്ട് വേണം കുറച്ച് ദിവസം നടക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്നാണ് ചത്ത് വീഴുന്നത് ഞാൻ. പിന്നെ ഞാൻ ഈ കോള് മൈൻഡ് ചെയ്ത് മറ്റേ താഴെ ഞാൻ 5-6 എപ്പിസോഡൊക്കെ മുന്നേ ഒരു വാട്ടർ കേവ് കണ്ടുപിടിച്ചില്ലായിരുന്നു. അതിനകത്ത് കൂടെ മാഗ്മ ബ്ലോക്ക് വെച്ചിട്ട് അതൊരു ബെഡ് എടുത്ത് ഇവിടെ വെച്ചേക്കാം, എന്നിട്ട് റീസ്പോൺ സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ പോണ്ട് ഉണ്ടാക്കിയപ്പോൾ വെച്ച ഐറ്റംസ് എല്ലാം വാല്യുബിൾ ഐറ്റംസ് വെക്കുന്ന പെട്ടിക്ക് തന്നെ വെച്ചിരിക്കുന്നത്, അതെനിക്ക് മാറ്റണം. ഞാൻ എന്തായാലും ഈ ഒരു 55 ഈ ഒരു കോൾ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെറും ഒരു 3-4 എമറാൾഡ് വേണം ഉണ്ടാക്കാം, അത്ര പറ്റത്തുള്ളൂ ഇത് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് എമറാൾഡ് ഒപ്പിക്കാനായിട്ട് മറ്റേ ഫ്ലെച്ചിങ് ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് പോകാം. മറ്റേ ക്ലെറിക്കിനെ നമുക്ക് ഇപ്പം നമുക്ക് ക്ലെറിക്കിൻ്റെ അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു വില്ലേജറിനെ ക്ലെറിക്കാക്കുന്നില്ല. പകരം ഈ ഒരു സ്റ്റിക്ക് ട്രേഡ് ചെയ്യുന്ന ഫ്ലെച്ചിങ് ടേബിളിൻ്റെ ആളെ ഉണ്ടാക്കാം. ഓക്കെ, ഞാനവിടെ നിന്ന് അയൺ എടുക്കാൻ മറന്നുപോയി. ഒരു സ്റ്റാക്ക് അയൺ എൻ്റെ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ആർമറും ടൂൾസും ഉണ്ടാകും. ഓക്കെ, ഷീൽഡ് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആർമർ സെറ്റ് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ടൂൾസും ഉണ്ട് എല്ലാം. ഇനി നമുക്ക് അയൺ ഫാർമിൽ പോയിട്ട് ബാക്കി അയൺ കൂടെ എടുത്തുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ AFK ഉണ്ടാക്കിയത്. ഓക്കെ, ഇപ്പോൾ ഇത് 3.5 സ്റ്റാക്ക് ആയിട്ടുണ്ട്. എൻ്റെ ഇനി കുറച്ച് ഫുഡേ ഉള്ളൂ ഗൈസ്. ഒരു സ്റ്റാക്ക് അടുപ്പിച്ചുണ്ടായിരുന്നതാണ് ഞാൻ ഈ AFK എന്ന സമയത്ത് കുറച്ച് ചത്തപ്പോഴത്തേക്കും അങ്ങനെ തിന്നു ഗൈസ്. ഓക്കെ, 2 ഫ്ലിൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി ഗ്രാവിൽ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് തിരിച്ചു നേരെ പോകാം. അതിന് മുമ്പ് ഒരു സ്റ്റാക്ക് ഫുഡ് എടുത്തേക്കാം. നമുക്ക് കുറേ ട്രേഡ് ചെയ്യേണ്ടി വരും. അല്ല വേണ്ട, നമ്മുടെ കയ്യിൽ കുറേ ബാമ്പുണ്ട് ഗൈസ്. വെറുതെ ഫുഡ് കൊണ്ട് കളയുന്നതിന് നമുക്ക് കുറേ ബാമ്പ് എടുത്തോണ്ട് പോകാം. വേറെ ഒന്നും എടുക്കാനില്ലെന്ന് തോന്നുന്നു. ഇതെന്ത് ഇവന്മാരൊക്കെ ചുമന്നിരിക്കുന്നത്? ഇത് മറ്റേ ഷെയ്ഡറിൻ്റെ കുഴപ്പമാണ് ഗൈസ്. ഇതിനകത്ത് ഇവന്മാർ എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലേ, ഏതോ 2 എണ്ണം എടുത്തിട്ടില്ല. ഇവനും എടുത്തിട്ടില്ല. എന്തായാലും ഇവൻ്റെ ഇവിടുത്തെ ഞാൻ ഒരു ഫ്ലച്ച് ടേബിൾ വെച്ചേക്കാം. ആരെങ്കിലും എടുക്കാൻ നോക്കാം. ആരും എടുത്തു? ഇവ എടുത്തു ഗൈസ്. അവിടെ വെച്ച് ഇവിടെ എടുക്കും, അതാണ്. നോക്കിയാൽ കുറച്ച് ഈ ഒരു പൈസ കൊടുത്തിട്ട് ഓക്കെ കുറച്ച് എമറാൾഡ് കിട്ടി. പക്ഷേ അത് വെച്ചൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിക്ക് ട്രേഡ് ചെയ്യാം ഗൈസ്. കുറച്ച് സ്റ്റിക്ക് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ബാമ്പോനെ ഞാൻ സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെച്ചറിനെ നമുക്ക് ഇവനല്ലേ മറ്റവൻ ഇത് അതാണ്ട് ഇവനെ നമുക്ക് ട്രേഡ് ചെയ്യാം ഗൈസ് ഇനി. ഓക്കെ, എത്ര പ്രാവശ്യം ട്രേഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇനി പറ്റത്തില്ല. 19 എണ്ണം കിട്ടി ഗൈസ് നമുക്ക്. ഫ്ലിൻറ്റ് കൊടുത്താലും അവൻ എമറാൾഡ് തരും, പക്ഷേ ഇപ്പം എൻ്റെ ഫ്ലിൻ്റ് ഒന്നും ഇല്ല. ഓക്കെ, ഇപ്പോൾ കിട്ടിയ എമറാൾഡ് വെച്ചിട്ട് നമുക്ക് ഇവനല്ല മറ്റേ ഇവനോട് നമ്മൾ ആരായിരുന്നു മറ്റേ കുറച്ച് എമറാൾഡ് കൊടുത്തത്? ഇവനെന്ന് തോന്നുന്നു. ഓക്കെ, ഇവനാണ് നമുക്ക് ബാക്കി കൂടെ അൺലോക്ക് ചെയ്യാൻ പറ്റും നോക്കാം. പറ്റത്തില്ല.
ഈ 5 എമറാൾഡ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫുഡ് വാങ്ങിയാലോ. ഇതാണ്ട് ഇവിടെ 6 ബെഡാണ് ഒരു എമറാൾഡിന് വെക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ബേസിൽ പോയിട്ട് കുറച്ച് എമറാൾഡ് ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനം എടുത്തിട്ട് വരാം. ഞാൻ ഈ വർക്ക് സ്റ്റേഷൻ ഒന്ന് പൊട്ടിച്ച് വെച്ച് നോക്കിയപ്പോഴത്തേക്കും ഒരു സംഭവം നടന്നത്. ഇത് ഇതേണ്ട ഒറ്റ വർക്ക് സ്റ്റേഷനിൽ 2 പേരായിട്ടുണ്ട്. ആ ഒരു വർക്ക് സ്റ്റേഷനിൽ ഇവനെയാണ് ഞാൻ ജോലിക്കെടുത്തത്. അപ്പോൾ ഇവനെ ഞാൻ അൺലോക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഞാൻ പൊട്ടിച്ച് വെച്ച് നോക്കിയത്. അന്നേരം ഇവൻ കൂടെ ആയിട്ടുണ്ട് ഒറ്റ വർക്ക് സ്റ്റേഷനിൽ. അത് നമുക്ക് ലാഭമാണ്. ഇവനെയും കൂടെ ഒന്ന് ഫ്ലച്ചറാക്കാൻ കുഴപ്പമില്ല. എനിക്ക് വേറെ വില്ലേജറിനെ ആക്കിക്കോളാം. ഭാവിയിൽ ഞാൻ ഇവനെ തട്ടിക്കളഞ്ഞോളാം. ഗൈസ് ഞാൻ കുറച്ചൊരു എമറൗണ്ട് ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? 7 പറ്റത്തില്ല. ഒരു ലെഗിൻസ് കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും ഗൈസ്. ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഓക്കെ, ഇതെടുത്തിട്ട് നമുക്ക് 2 എമറൗണ്ട് അങ്ങ് ട്രേഡ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ബാക്കി അവന് കൊണ്ട് കൊടുക്കാം ഗൈസ്. പ്ലീസ്. ഗൈസ് ഇനി നമുക്ക് അയൺ ട്രേഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ എമറൗണ്ട് ഒപ്പിക്കാൻ പറ്റും. കുറച്ചുകൂടെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഈ ലെഗിൻസ് അൺലോക്ക് ആവും ഗൈസ്. ഈ 12 എമറൗണ്ട് വെച്ചിട്ട് കുറച്ചുകൂടി ഇവനെ ഒന്ന് അൺലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് ഇവനെ അൺലോക്ക് ചെയ്യണം. ഏതെങ്കിലും ഒന്ന് ചെയ്യണം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഈ 2 ഇതങ്ങ് എടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ലെഗിൻസ് അൺലോക്ക് ആയിട്ടുണ്ട്. പ്രൊജക്റ്റിൽ പൊട്ടൻഷ്യൽ 4 ഗൈസ്. കിടിലും നല്ല കിടിലം സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ മാറ്റും ഗൈസ്. പ്രൊജക്റ്റിൽ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. എനിക്ക് നോർമൽ പ്രൊട്ടക്ഷനാണ് ഇഷ്ടം. ഇപ്പുറത്ത് തന്നെ ഒരു എമറാൾഡിന് ഒരു പിക്കാക്സ്. പക്ഷേ ഒരു എമറാൾഡേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ട്രേഡ് കയറുകയും ചെയ്യും. ഒരു നല്ല തീരുമാനമായിരുന്നു. ഞാൻ എന്തായാലും പോയിട്ട് കുറച്ചുകൂടെ എടുത്തിട്ട് വരാൻ വേണമെങ്കിൽ. ഇവൻ അയൺ മാറ്റിയില്ല. ഓക്കെ ഗൈസ്, ഒരുത്തർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് 6 അയൺ കൊടുത്താൽ നമുക്കൊരു എമറാൾഡ് കിട്ടും. അങ്ങനെ ട്രേഡ് ചെയ്യാം ഗൈസ് എല്ലാം അങ്ങ്. ഓക്കെ, ഇപ്പം നമുക്ക് ചെസ്റ്റ് പ്ലേറ്റോട് അൺലോക്ക് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ ഒരുത്തരെ സെറ്റാക്കി ഗൈസ്. ഒരു ആർമറിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഈ ലെഗിൻസും വാങ്ങാൻ പറ്റും, ആ ഒരു ചെസ്റ്റ് പ്ലേറ്റ് വാങ്ങാൻ പറ്റും. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് മറ്റേ ബൂട്ടിൻ്റെ ഹെൽമെറ്റിൻ്റെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ആർമറിനെയും കൂടെ സെറ്റ് ചെയ്യണം. ഈ ഒരു ഹെൽമെറ്റ് അങ്ങ് വാങ്ങിയേക്കാം 2-3 എണ്ണം. ഇവൻ്റെ നിന്ന് കുറച്ച് പിക്കാക്സ് കൂടെ വാങ്ങിക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ മൊത്തം നിറച്ച് സാധനങ്ങളായിട്ടുണ്ട്. ഇനി അന്ന് കൊണ്ട് കളയണം. ഓക്കെ, ഇവിടെ ഒരു ചെറിയ കുഴി വെട്ടിയിട്ടിട്ട് നമുക്ക് അതിനകത്ത് ഈ സാധനം എല്ലാം എടുത്ത് കളയാം ഗൈസ്. ഓക്കെ ഗൈസ്, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് നമ്മൾ. ഓക്കെ ഗൈസ്, കുറച്ച് എമറൗണ്ട് നമ്മൾ ഫ്ലച്ചറിൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അന്നേരത്ത് നമുക്ക് ഇവൻ്റെ കൊടുക്കാം, അതായത് മറ്റേ വണ്ടിയിൽ. എന്നിട്ട് നമ്മൾ ടൂൾ സ്മിത്തിൻ്റെ കൊടുത്തിട്ട് ഈ ഒരു പിക്കാക്സ് വാങ്ങിയിട്ടുണ്ട്. അവനെ അൺലോക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അയൺ ട്രേഡ് ചെയ്യാം ഗൈസ്. കുറച്ചുകൂടെ സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഇവന് കൊടുക്കാം. ഇവനെല്ലാം അപ്പുറത്ത് കൊടുക്കാം. മറ്റവൻ അൺലോക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഫ്ലച്ചറിനെ കൊടുത്തിട്ട് ട്രേഡ് ചെയ്യാം ഗൈസ്. എന്നിട്ട് ആ എമറാൾഡ് കൊണ്ടുവന്നിട്ട് ഇവൻ്റെ കൊടുത്ത് പിക്കാക്സ് ട്രേഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അയൺ ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഓക്കെ, നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ട്. 12 എമറാൾഡ് പിന്നെയും കിട്ടി ഗൈസ്. ഇതിനെ അൺലോക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് ടൂൾസ് ഒന്ന് ചെയ്യാനായിട്ട്. എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് അയൺ ഒപ്പിച്ചിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. എന്നാലും എനിക്ക് കുറച്ചുകൂടെ ഒന്ന് എമറാൾഡ് കിട്ടത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഞാൻ കുറച്ചുകൂടി കൂടെ ഇവിടെ AFK നിന്നു. എനിക്ക് ഒരു സ്റ്റേ അടുപ്പിച്ച് അയൺ കിട്ടി. ഞാൻ തിരിച്ച് പിന്നെ നെതറിലോട്ട് പോവാണ്. പിന്നെ ഇപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലുള്ള ആർമറും ടൂൾസും എല്ലാം പിന്നെയും പോയി ഗൈസ്. മറ്റേ ഇതിനു മുമ്പ് സംഭവിച്ച അതേ സംഭവം തന്നെ പിന്നെ സംഭവിച്ചു. ഇവിടെ AFK എന്ന് പറയുന്ന സമയത്ത് ഇത് ഒരു സോംബി വന്നിട്ട് എന്നെ കൊന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഗൈസ് ഇതിനകത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ വലിച്ചെറിഞ്ഞായിരുന്നു. അപ്പം നമുക്ക് അതെല്ലാം ഒരു ഹെൽമെറ്റിന് തിരിച്ചിട്ടേക്കാം ഗൈസ്. ഞാൻ നേരം വലിച്ചിട്ട് ഇപ്പോൾ ഡീസ്പോൺ ആയിട്ടില്ല. ഈ ക്യാറ്റ് ഇവിടെ ഒന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഇവ റീസ്റ്റോക്ക് ചെയ്തു, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ് ഗൈസ്. പിന്നെ ഇപ്പുറത്തവൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അവന്. പിന്നെ ഇവൻ ഇവിടെ റീസ്റ്റോക്ക് ചെയ്യില്ല. പിന്നെ എനിക്ക് ഇതിനു മുമ്പ് ഞാൻ കളിച്ച വേൾഡുകളിലൊക്കെ എനിക്ക് ചെറുതായിട്ടൊരു ബഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഈ ഒരു തിരിച്ച് റീസ്റ്റോക്ക് ചെയ്യത്തില്ല ഗൈസ്. എന്നിട്ട് അവന്മാർ അവിടെ തന്നെ നിൽക്കും. എത്ര കാലം AFK എന്നാലും അവന്മാർ തിരിച്ച് റീസ്റ്റോക്ക് ചെയ്യത്തില്ല ഗൈസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഇവിടെ വന്നാൽ എനിക്ക് അവന്മാരെ കൊല്ലേണ്ടി വരും. അല്ലെങ്കിൽ എനിക്കതിൽ സൊല്യൂഷൻ വേണം. ഇതിനകത്ത് ഇവ റീസ്റ്റോക്ക് ചെയ്തു, പക്ഷേ വില കൂട്ടുന്നു ഗൈസ്. കുഴപ്പമില്ല, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, കുറച്ച് എമറാൾഡ് എങ്കിൽ കുറച്ച് എമറാൾഡ് 8 എണ്ണം കിട്ടി. ഇപ്പുറത്ത് കൊണ്ട് കൊടുക്കാം ഗൈസ്. ഇവനെ ഒന്ന് പറ്റുമെന്നെങ്കിൽ ഒന്ന് അൺലോക്ക് ചെയ്യണം. ഓക്കെ, ഒരെണ്ണം വാങ്ങിയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് എമറാൾഡ് ട്രേഡ് ചെയ്യാം ഗൈസ്. ഓക്കെ, 14 എണ്ണം കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് ഇപ്പുറത്തും കുറച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാം ഗൈസ്. ഇവിടെ ഇനി ഒരു ഇവർ വാങ്ങിക്കഴിഞ്ഞാൽ സെറ്റാകും. പക്ഷേ എൻ്റെ ഇനി ഇതൊന്നുമില്ല.
കുറച്ചുകൂടി മതിയായിരുന്നു ഗൈസ്. എൻ്റെ ഇരിപ്പുണ്ടോ ഇവൻ ഒന്ന് ട്രേഡ് ചെയ്യാം ഗൈസ് ഇവനോട്. ഓക്കെ അത് നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രേഡിലേലും അവൻ ലെവൽ 2 ആക്കി കൊള്ളായിരുന്നു ഗൈസ്. ഓക്കെ ഇനി നമുക്ക് അയൺ ഇഷ്ടം പോലെ കൊടുക്കാം ഗൈസ്. അപ്പോൾ എനിക്കിനി പിന്നെ അയൺ ഫാമിൽ AFK നിൽക്കണം. പക്ഷേ ഇവന്മാരെല്ലാം റീസ്റ്റോക്ക് ചെയ്തെന്നൊക്കെ നോക്കാം. ഇവൻ റീസ്റ്റോക്ക് ചെയ്തോ ഗൈസ്? ഇവൻ ഇപ്പോഴും റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല. അപ്പത്തെ റീസ്റ്റോക്ക് ചെയ്തോ ഇവൻ? ഇവൻ റീസ്റ്റോക്ക് ചെയ്ത് ഇപ്പം 32 എമറാൾഡാണ് വിൽക്കുന്നത്. നേരത്തെ 57 വിറ്റതാണ്. പിന്നെ ഇവനെ നമ്മൾ മാർക്സ് ലെവലാക്കിയിട്ട് ഇവൻ ഇപ്പം 4 എമറാൾഡ് തരുന്നുണ്ട്. ഇവനോ ഇവനും തരുന്നുണ്ട്. ഇപ്പുറത്തവൻ ഇവനെ നമ്മൾ ഫുൾ അൺലോക്ക് ചെയ്തായിരുന്നു. ഇനി നമുക്ക് അപ്പുറത്തുള്ളവനെ അൺലോക്ക് ചെയ്യാം ഗൈസ്. ഇവിടെയോ ഓക്കെ ഇവൻ ഇതുവരെ അൺലോക്ക് ചെയ്തിട്ടില്ല. ആണ് ആദ്യം ഞാൻ എന്തായാലും കുറച്ച് സ്റ്റിക്ക് ട്രേഡ് ചെയ്യത്തുള്ളൂ. സ്റ്റിക്ക് ചെയ്ത് ട്രേഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഒരു അയൺ ട്രേഡ് ചെയ്യാം. ഓക്കെ അവൻ അടുത്ത ലെവൽ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് നമ്മൾ അയൺ ഫാർമിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഈ സ്ട്രിങ്ങും ഇവനുണ്ട് കൊടുക്കാം ഗൈസ്. കുറേ പൂച്ച സ്പോണായിട്ട് അവന്മാർ സ്ട്രിങ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 10 എമറാൾഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ കുറച്ചുകൂടെ ഒന്ന് അൺലോക്ക് ചെയ്യാം. ഈ അയൺ കൊടുത്തിട്ട് ഇവനെ ഒന്ന് അൺലോക്ക് ആക്കാം. ഇവനെയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടൂൾസും കൂടെ ഒന്ന് സെറ്റ് ആവും ഏകദേശം. കുറച്ച് ആക്സ് അങ്ങ് വാങ്ങാം. ഓക്കെ എല്ലാം കഴിഞ്ഞ് ഒരു ആക്സ് കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണം സെറ്റായേനെ. ബേസിൽ പോയിട്ട് കുറച്ച് സ്റ്റിക്കും പിന്നെ ഈ ഒരു സ്ട്രിങ്ങും എടുത്തുകൊണ്ട് വരാം. സ്ട്രിങ് ഉണ്ട് എടുത്തുകൊണ്ട് പോവാം. ഓക്കെ ഇനി നമുക്ക് സ്ട്രിങ് ഇവന് കൊടുക്കാം. സെറ്റ് നമുക്ക് 5 എമറാൾഡ് പിന്നെയും കിട്ടി. ഇവന് ഈ ഒരു ആക്സ് കൂടെ വാങ്ങി കഴിയുമ്പോൾ നമുക്കിനി അയൺ കുറച്ചുകൂടി ട്രേഡ് ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ ഡയമണ്ട് അയൺ ഫാർമിൽ AFK നിൽക്കാൻ പോയപ്പോഴാണ് എനിക്കൊരു വലിയ ഐഡിയ കിട്ടിയത് ഗൈസ്. ഞാനിവിടെ AFK നിന്ന സമയത്താണ് എനിക്കൊരു സംഭവം തലയിൽ കത്തിയിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ അയൺ എടുക്കുന്നത് അയൺ AFK ഒപ്പിക്കുന്നത് എമറാൾഡ് ഉണ്ടാക്കാനല്ലേ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അടിയിൽ കുറേ വില്ലേജസ് ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ വില്ലേജേഴ്സിനെ കൊണ്ട് മറ്റേ എമറാൾഡ് ഉണ്ടാക്കിക്കൊടുക്കും? കാരണം ഇതിനകത്ത് നിൽക്കുന്ന അത്രയും ആൾക്കാരും ഫ്ലച്ചേഴ്സാണ്. അപ്പോൾ ഫ്ലച്ചർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിക്ക് കൊടുത്തിട്ട് എമറാൾഡ് മേടിക്കാനും പറ്റും ഗൈസ്. ആ സംഭവം ഞാൻ കുറച്ച് ചെയ്തിട്ട് 17 എമറാൾഡ് ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ കുറച്ചുകൂടെ വുഡ് എടുത്തുകൊണ്ട് പോകാൻ ഗൈസ് നമുക്ക്. എൻ്റെ ബാമ്പും എല്ലാം തീർന്ന് എൻ്റെ ഫുഡെല്ലാം തീർന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഫിഷ് കുക്ക് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഞാൻ കുറച്ച് നേരം ഫിഷ് ചെയ്ത് ഗൈസ് കുറച്ച് നേരം. അന്നേരം എനിക്ക് കിട്ടിയത് ഇത്ര ലൂട്ടാണ് ഗൈസ്. ഞാൻ ഫിഷ് തപ്പിപ്പോയപ്പോൾ എനിക്ക് ലൂട്ട് കിട്ടി ഗൈസ്. അല്ലാത്തപ്പോൾ എനിക്ക് കുറേ ഫിഷ് കിട്ടും, ലൂട്ടൊന്നും കിട്ടത്തില്ല. എനിക്ക് കിട്ടിക്കണ്ട ഇഷ്ടം പോലെ സാഡില്ല ഗൈസ്. 4 സാഡിൽ ഒരു 5 മിനിറ്റ് പോലും നിന്നില്ല ഗൈസ്. അതിന് മുമ്പ് ഇത്ര ഐറ്റംസ് കിട്ടി. പിന്നെ എനിക്ക് 2-3 എൻജാനി ബുക്കും കിട്ടി. കണ്ടോ പ്രൊജക്റ്റഡ് പ്രൊഡക്ഷൻ പിന്നെ ബ്ലാസ്റ്റ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാക്ക കിടന്ന് കാറുന്നുണ്ട് എൻ്റെ വീടിൻ്റെ മുകളിലിരുന്നിട്ട്. സോ അവനോട് ഞാൻ മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് മിണ്ടായിരിക്കുന്നില്ല ഗൈസ്. ഞാനൊരു പുതിയ മോഡ് എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ഐറ്റംസ് ചുമ്മാ വെച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് തരും ക്രാഫ്റ്റ് ചെയ്തിട്ട്. നല്ലൊരു മോഡാണ് ഗൈസ്. നമുക്ക് സമയം കുറച്ചുകൂടെ ലഭിച്ച് കിട്ടും. കണ്ടോ ഗൈസ് എത്ര പെട്ടെന്നാണ് എല്ലാം സ്റ്റിക്കാക്കി കിട്ടിയത് ഗൈസ്. ഓക്കെ നമുക്ക് ഈ ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഇതിനകത്ത് ആരെങ്കിലും എടുത്തിട്ട് കുറച്ച് എമറാൾഡ് ഒപ്പിക്കാം ഗൈസ്. ഓക്കെ ഞെക്കടെ ഒരു ബ്ലോക്ക് കൂടെ താഴാനായിരിക്കും. അല്ല ഇത് ഞാൻ നേരത്തെ ട്രേഡ് ചെയ്തവനാണ്. അത് അവൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോക്ക് ചെയ്യാത്തവരെ ട്രേഡ് ചെയ്യാം ഗൈസ്. ഓക്കെ ഇവനെ ട്രേഡ് ചെയ്യാം. കംപ്ലീറ്റ് ട്രേഡ് ചെയ്തപ്പോൾ 47 എമറാൾഡ് കിട്ടി. ഇത് വെച്ചിട്ട് ഞാൻ ഒന്ന് പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്, എന്തെങ്കിലുമൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ നമ്മൾ ഇവൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇവനെ നമ്മൾ അൺലോക്ക് ചെയ്യണം ഗൈസ്. ഞാൻ ബൂട്ട് വരെ അൺലോക്ക് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ബാക്കി കൂടെ അൺലോക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ ഇപ്പം നമ്മൾ ഹെൽമെറ്റ് കൂടെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെൽമെറ്റും എല്ലാം വാങ്ങാൻ പറ്റുന്നുണ്ട് ഗൈസ്. നമുക്കിനി ടൂൾസ് അൺലോക്ക് ചെയ്യണം ഗൈസ്. ഇനി മണിയൊക്കെ വാങ്ങാൻ പറ്റൂടാ എനിക്ക്? അതൊന്നും പറ്റത്തില്ലടേ. 36 എമറാൾഡ് കൊടുത്താൽ ഒന്നും ആവത്തില്ല. ഈ ഒരു 24 ഫ്ലിൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങ് അൺലോക്ക് ആവും ഗൈസ്. എനിക്കിനി ഫ്ലിൻറ്റ് മൈൻ ചെയ്യാനൊന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവൻ നമുക്ക് ഫ്ലിൻറ്റ് വിൽക്കുന്നുണ്ട് ഗൈസ്. ഒരു എമറാൾഡും കുറച്ച് ഗ്രാവലും കൊണ്ട് കുറച്ച് ഞാൻ അതിനകത്ത് ഫ്ലിൻറ്റാക്കി തരും ഗൈസ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇപ്പോൾ ഉള്ള കുറച്ച് എമറാൾഡ് നമുക്കെടുത്ത് ഈ കുറച്ച് ആക്സ് വാങ്ങാം ഗൈസ്. എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് അൺലോക്ക് ചെയ്യാം. എന്നിട്ട് ഇപ്പം നമുക്ക് ഷവൽ കിട്ടുന്നുണ്ട്. നമുക്ക് പിക്കാക്സ് കൂടെ ഉണ്ടാക്കണം. പിക്കാക്സ് കൂടെ ട്രേഡ് ചെയ്യാൻ പോയി രീതിയിലാക്കണം ഗൈസ്. ഞാൻ വീട്ടിൽ വന്നു കിടന്നുറങ്ങി. ഇപ്പോൾ എത്ര ദിവസമായി കളിക്കുന്നു തുടങ്ങിയിട്ട്? 207 ദിവസമായല്ലേ ഗൈസ്. സമയം പോകുന്നതെന്ന് അറിയുന്നത്. എന്നിട്ട് 207 ദിവസത്തിൽ ഞാൻ പൊട്ടിയ ആർമറൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. കുറച്ചുകൂടെ വുഡ് കൊണ്ട് കൊടുത്ത് ഗൈസ് നമുക്ക് 55 എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് അടുപ്പിച്ച് എമറാൾഡ്. ഇതുകൂടെ കുറച്ചൊന്ന് ട്രേഡ് ചെയ്തിട്ട് എത്ര നമുക്ക് വല്ലതും അൺലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. ഓക്കെ ഈ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നത്. ഞാൻ ഒരു ബൂട്ട് വാങ്ങി ഗൈസ്. പിന്നെ ഒരു ഹെൽമെറ്റ് കൂടെ വാങ്ങി. എനിക്ക് 2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതോടെ ആയി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഡയമണ്ട് ആർമറാകും ഗൈസ്. വല്ലതും വാങ്ങാൻ പറ്റൂടെ? ഇപ്പം ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. എൻ്റെ എമറാൾഡ് കംപ്ലീറ്റ് തീർന്നു. ഇപ്പം കൊണ്ടുവന്നേ ഗൈസ്. അത് കംപ്ലീറ്റ് അങ്ങ് തീർന്നു. ഇനി കുറച്ചുകൂടെ ഒന്ന് AFK വെക്കേണ്ടി വരും.
ഞാൻ കുറച്ച് ഗ്രാവൽ കൊണ്ടുവന്നു. അത് വെച്ചാൽ നമുക്ക് കുറച്ച് ഫ്ലിൻറ്റ് വാങ്ങാം ഗൈസ്. അതിന് കുറച്ച് 21 ആയിട്ടുണ്ട്, നമുക്ക് 24 വേണം. അപ്പോൾ കുറച്ച് ഫ്ലിൻറ്റ് നമുക്ക് ഇത് ഗ്രാവൽ വെച്ച് ഉണ്ടാക്കാം. 25 കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് വെച്ചിട്ട് ഇവന് കൊണ്ട് കൊടുക്കാം. എന്നിട്ട് അതങ്ങ് അൺലോക്ക് ചെയ്യാം ഗൈസ്. ഇപ്പം നമുക്ക് ആക്സ് വാങ്ങാൻ പറ്റും ഗൈസ്. ഓഫ്, അതുകൂടെ ഇനി നമുക്ക് സോഡൂടെ അൺലോക്ക് ചെയ്യണം ഗൈസ്. ലെക്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ 9 ലെതർ എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. അത് മറ്റേ ലാവയിൽ പോകുന്നതാണ് തോന്നുന്നത്, മറ്റേ ആൻഡ് ഫാർമിൻ്റെ ലാവയിൽ. അല്ലെങ്കിൽ ഡീസ്പോണായി പോയി കാണാം, എന്തെങ്കിലും സംഭവിച്ചു കാണാം. ഞാനിപ്പോൾ AFK നിൽക്കാൻ വന്നതാണ് ഗൈസ്. അപ്പം തന്നെ ലെതർ ഫ്രണ്ടിൽ കാണാം. ഇപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഈ ഒരു ലീഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് ലെതർ തന്നെ മതി. ഈ വെള്ളം മാത്രം ലെതർ തരത്തുള്ളൂ ഗൈസ്, വെള്ളം ലാമ്പ മാത്രം. ഇവരെ കൊണ്ടൊന്ന് കൊല്ലാം ഗൈസ്. ചാവടെ ഒന്ന് 2 ലെതർ പിന്നെയും കിട്ടി ഗൈസ്. ഇപ്പോൾ 5 ലെതർ ആയിട്ടുണ്ട്. ഈ നിനക്ക് വല്ല മറ്റേ ലെതർ കൊണ്ട് വിറ്റോടെ രണ്ടിരിക്കുന്നു ചെറിയ ബ്ലൗസും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വേറെ എല്ലാം കൂടെ ഞാൻ നോക്കി നടന്ന സാധനം വരുന്നത് ചെറിയ ബ്ലൗസും. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കിട്ടി ഗൈസ്. മറ്റേ പോണ്ടിൻ്റെ അപ്പുറത്ത് വെക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പക്ഷേ അവിടെ ഞാനൊരു നോർമൽ ട്രീ വെച്ചു. ഞാൻ എന്തായാലും ഇപ്പോൾ എന്തായാലും എപ്പോഴേലും കൊണ്ട് വെച്ചോളാം ഗൈസ് ഈ ഒരു ചെറിയ ബ്ലൗസ്. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ അയണി കൊണ്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സെക്കൻഡ് ഗൈസ് 20 കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ അത്ര അയണ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഓക്കെ, പിന്നെ എനിക്ക് ഇത് വാങ്ങാൻ പറ്റും. അല്ല, ഇത് വാങ്ങിയിട്ട് കാര്യമില്ല, ഞാൻ വാങ്ങിയതാണല്ലോ. നമുക്ക് ചെസ്റ്റ് പ്ലേറ്റും മറ്റേ ഇതുകൂടെ വാങ്ങണമെങ്കിൽ കുറച്ചുകൂടി എമറാൾഡ് വേണ്ടി വരും. ഞാൻ എന്തായാലും അതൊന്ന് ഒപ്പിക്കാൻ പറ്റും നോക്കാം. ട്രേഡിംഗ് ഹാളിലെ ഫ്ലെച്ചറിനെ കൊണ്ട് കൊടുക്കാൻ ഗൈസ് കുറച്ച്. ഓക്കെ, എന്നിട്ട് എന്താ കഴിഞ്ഞില്ല 27 ആയിട്ടുള്ളൂ. അത് 27 വെച്ചിട്ട് വല്ലതും ട്രേഡ് ചെയ്യാൻ പറ്റും ഇവിടെ. ചെസ്റ്റ് പ്ലേറ്റ് വാങ്ങാൻ പറ്റും ഗൈസ്. അത് ഒന്ന് വാങ്ങിക്കാം. അങ്ങനെ ചെസ്റ്റ് പ്ലേറ്റ് കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ മതി ഗൈസ് നമുക്ക് കംപ്ലീറ്റ് മറ്റേ ഡയമണ്ട് ആർമർ ആവാനുണ്ട്. ഓക്കെ, എനിക്കൊന്ന് ഡിസൈൻ ചെയ്യണം. ഇതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് പുതിയൊരു ഫ്രഷ് ആർമർ പോലെ ഉണ്ടാക്കണം ഗൈസ്. അത് ഇപ്പോൾ തന്നെ ഞാൻ ചെയ്തേക്കാം, എല്ലാം ഒന്ന് കളയാം. എൻ്റെ കയ്യിലുള്ള കംപ്ലീറ്റ് വുഡ് മാർക്ക് കൊണ്ട് കൊടുത്തിട്ട് 40 എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. അതുകൂടെ ഒന്ന് മാർക്ക് കൊണ്ട് കൊടുക്കാം മറ്റേ ട്രേഡിംഗ് ഹാളിൽ. ഓക്കെ, ഇതൊന്ന് പൂട്ടി വെക്കുന്നില്ല, ഇപ്പോൾ തന്നെ കൊണ്ട് കൊടുക്കാം ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൽ വില്ലേജറിൻ്റെ കൈ കൊണ്ട് ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഇതോടുകൂടെ ഒന്ന് ഡിസൈൻ ചെയ്യണം ഗൈസ്. ഒന്ന് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയൊരു ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ പോലെ ആയിട്ടുണ്ട്. അതെൻ്റെ വാല്യുബിൾ പെട്ടിക്കകത്ത് കൊണ്ടുപോയി നമുക്ക് വെക്കാം ഗൈസ്. ഓക്കെ, എൻ്റെ ചവറല്ല ഈ പെട്ടിക്കകത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെങ്ങാനും കൊണ്ടുവച്ചാൽ മറ്റേ എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. വൃത്തിയായിട്ടുണ്ട്, എല്ലാം വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ ഞാനിത് എൻജോയ് ചെയ്യാനുള്ള പണി തുടങ്ങത്തുള്ളൂ ഗൈസ്. ഓക്കെ, ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ മറ്റേ ക്രീപ്പറിൻ്റെ കൂടിയെല്ലാം എടുക്കാൻ വേണ്ടി പോയതാണ് ഗൈസ്. പക്ഷേ അതൊന്നും എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ പറ്റില്ല. അത് അടുത്ത എപ്പിസോഡ് ഉറപ്പായിട്ട് ചെയ്തിരിക്കും. അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കാനുള്ള ഒരു ഡിസൈൻ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കണം. പിന്നെ ഇതിനുള്ള റീസോഴ്സ് ഗ്യാദർ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഞാൻ ലെതർ ഒപ്പിച്ച് വെച്ചേക്കാം ഗൈസ്. അപ്പുറത്തെ ഐലൻഡിൽ പോയിട്ട് കുറച്ച് നേരം ഒന്ന് കറങ്ങിയാൽ മതി. ഇഷ്ടം പോലെ ഗോട്ടിനെ കിട്ടും, ഗോട്ടല്ല മറ്റേ കൗനെ കിട്ടും. അടുത്ത എപ്പിസോഡിൽ കാണാം.